നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ ഒരു വാക്യം വായിക്കാം. 80 സങ്കീർത്തനം 6 വാക്യം. നീ മിസ്രയീമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കി അതിനെ നട്ടു. ഇവിടെ നാം കാണുന്ന മുന്തിരിവള്ളി ആരാണ്? ദൈവമായ കർത്താവ് ഇസ്രായേൽ മക്കളെ മിസ്രയീമിന്റെ ആധിപത്യത്തിൽ നിന്നും വിടിവിച്ചു കൊണ്ടുവന്നതാണ് ഈ മുന്തിരിവള്ളി. ജാതികളെ നീക്കി അതിനെ നട്ടു. അത് ദേശത്ത് പടർന്നു. അതിൻ്റെ ദൈവം തടമെടുത്തു. ദൈവമായ കർത്താവ് അതിൻ്റെ ചില്ലികളെ വളർത്തി, അതിൻ്റെ കൊമ്പുകളെ വളർത്തി. അതിൻ്റെ കൊമ്പുകളും ചില്ലികളും പടർന്നു. ദൈവമക്കളെ, നാമാകുന്ന മുന്തിരിവള്ളി ദൈവമായ കർത്താവ് ജാതീയ പശ്ചാത്തലത്തിൽ നിന്നും നമ്മെ വിടിവിച്ചു കൊണ്ടുവന്ന് ദേശത്ത് നമ്മെ നട്ടിരിക്കുകയാണ്. ജാതികളെ നീക്കി. എന്തിനാണ് ദൈവം നമ്മെ നട്ടത്? ദൈവം നമ്മെ നട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ കൊമ്പുകളെയും ചില്ലുകളെയും നാം പടർത്തേണ്ടതുണ്ട്. ദേശത്ത് പടർന്ന് നാം വലിയവരായി തീരേണ്ടതുണ്ട്. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നാം ഉന്നതരായി തീരേണ്ടതുണ്ട്. 80 സങ്കീർത്തനത്തിൽ നിന്നും അതേ വാക്യം മുന്തിരിവള്ളിയെക്കുറിച്ച് 128 സങ്കീർത്തനം 3 വാക്യത്തിൽ കാണുന്നു. ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. വീട്ടിനകത്തും നാം ഫലപ്രദമായ മുന്തിരിവള്ളിയെ പോലെ നാം ഫലം കായ്ക്കുന്നവരായിരിക്കണം. തീത്തോസിന്റെ ലേഖനത്തിൽ 2 അധ്യായം 4-5 വാക്യങ്ങളിൽ കാണുന്നു. ഭാര്യ യൗവനക്കാരത്തികൾ ഭർത്തൃപ്രിയരും പുത്രപ്രിയരുമാരുമായി വീട്ടുകാരി നോക്കുന്നവരും ആയിരിക്കുവാൻ അവരെ പ്രബോധിപ്പിക്കാൻ കൽപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നാം വീട്ടിനകത്തും ഫലപ്രദമായ മുന്തിരിവള്ളിയാണ്. യശയ്യാപ്രവചനത്തിലും 5 അധ്യായത്തിൽ കാണുന്നു, ഫലവത്തായ കുന്നിന്മേൽ പ്രിയന് നല്ലൊരു മുന്തിരിത്തോട്ടം. ഈ മുന്തിരിത്തോട്ടത്തിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. ഈ മുന്തിരിവള്ളി ആരാണ്? ഇത് ഫലവത്തായ കുന്നാകുമ്പോൾ നമുക്കറിയാം, സഭയാകുന്ന തോട്ടത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ തോട്ടത്തിൽ നല്ല വക മുന്തിരിവള്ളിയാണ് നട്ടിരിക്കുന്നത്. ഈ നല്ല വക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബഡ് ചെയ്തിരിക്കുന്നതായ നല്ല വക മുന്തിരിവള്ളികളുണ്ട്. അതേ ഈ ബഡ് ചെയ്ത നല്ല വക മുന്തിരിവള്ളി എന്തിനാണ് ഇവിടെ നട്ടിരിക്കുന്നത്? ഫലം കായ്ക്കുവാൻ. അതുകൊണ്ടാണ് യജമാനൻ ചക്കും കുഴിച്ചിട്ട് ഗോപുരവും പണിത് കാത്തിരിക്കുകയാണ്. ന്യായപ്രമാണ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നു. മുന്തിരിവള്ളിയോട് നീ ഞങ്ങൾക്ക് രാജാവായിരിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഇല്ല, ദൈവത്തെ മനുഷ്യരെയും രസിപ്പിക്കുന്ന ഒരു സന്തോഷം പകരുന്ന രസം എനിക്കുണ്ട്. അത് വിട്ട് ഞാൻ ഒരിക്കലും നിങ്ങളുടെ മേൽ, വൃക്ഷങ്ങളുടെ മേൽ രാജാവായി ആടുവാൻ വരികയില്ല. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ദേശത്തില്, ഭവനത്തില്, സഭയില് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവരായി തീരുവാനാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളും ഞാനും ഒരുപോലെ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.